ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല കോണുകളിൽ നിന്ന്, അതായത് ഈ UDF വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ മാൻഡിഡേറ്റ് സംഘപരിവാറിനെതിരായ മാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് കിട്ടിയ മാൻഡിഡേറ്റ് ഈ നാട്ടിലെ മതനിരപേക്ഷ ജനതയുടെ മാൻഡേറ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് UDF സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ ഒക്കെ. കാരണം അവർ ഇടത് ഹിന്ദുത്വ എന്ന് പറഞ്ഞ് പിണറായി വിജയനെ RSS ആക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. അവരിപ്പോൾ ഇപ്പുറത്ത് വന്നിരുന്നിട്ട് ഈ സർക്കാരിൻ്റെ പോക്ക് കണ്ട് നെഞ്ചുപൊട്ടി എന്ന വേദനയോടെ പറയുകയാണ്, നിങ്ങൾക്ക് നൽകിയ മാൻഡിഡേറ്റ് ഇതാണ്, ഇനിയെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയൂ പ്രിയപ്പെട്ട UDF മന്ത്രിസഭയിലെ അംഗങ്ങളെ അല്ലെങ്കിൽ മന്ത്രിമാരെ എന്ന് ദയനീയമായി നിലവിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ ജയചന്ദ്രൻ. ഞാൻ അതിനെ അങ്ങനെ കാണാത്ത ഒരാളാണ് കേട്ടോ. എൻ്റെ അക്കാലത്തുള്ള കാഴ്ചപ്പാട് തികച്ചും മറ്റൊന്നാണ്. അത് പറഞ്ഞാൽ ഈ വലതുപക്ഷ പോപ്പുലിസ്റ്റുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട അരുമയായ നേതാവാണ് കേരളത്തിലെ VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രി ആയതും അതേ വഴി തന്നെയാണ്. ഈ റൈറ്റ് വിംഗ് പോപ്പുലിസത്തിന്റെ അപ്പോസ്റ്റലന്മാരുടെ ഒറ്റക്കെട്ടായ അവരുടെ ഒരു യൂണിറ്റി കൊണ്ടാണ് ഇദ്ദേഹം ഭൂരിപക്ഷ MLA-മാരെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നിട്ടും സതീശൻ മുഖ്യമന്ത്രി ആവുന്നത്. അപ്പൊ എന്താണ് അവരുടെ നയം? അവരുടെ നയം എന്ന് പറയുന്നത്, ഇപ്പോ കേന്ദ്ര സർക്കാരിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന നയം എന്തൊക്കെയാണോ അത് തന്നെയാണ് റൈറ്റ് വിംഗ് പോപ്പുലിസ്റ്റിന്റെ നിലപാട്. ഈ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ, മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ഇതൊക്കെ കൊടുത്ത് താഴെ തട്ടിലുള്ളവരെ പരിപോഷിക്കുക, സന്തോഷിപ്പിക്കുക. അത് തന്നെയാണ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഇത് പെൻഷൻ സ്കീം ഈ DBT-യിലേക്ക്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചുകൊണ്ട് ഉത്തരവിറക്കിയല്ലോ. ഒരുപാട് പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം, ഗോവിന്ദമാഷ് അടക്കം പറഞ്ഞല്ലോ, വിമർശിക്കുകയും ചെയ്തല്ലോ. അതിലൊന്നും അവർക്ക് യാതൊരു കൂസലുമില്ല. ഈ റൈറ്റ് വിംഗ് പോപ്പുലിസത്തിന്റെ പ്രധാനപ്പെട്ട സംഗതി അതാണ്. ലോകത്തിൽ അവരുടെ നമ്പർ 1 നേതാവാണ് US പ്രസിഡന്റ് ട്രംപ്. അതിന്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചാമ്പ്യനാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ അതേപടി പിൻപറ്റുന്ന നിലയാണ് കേരളത്തിലെ ഈ വലതുപക്ഷ പോപ്പുലിസത്തിനുള്ളത്. അതിന്റെ ഏറ്റവും അരുമയാണ് ഞാൻ പറഞ്ഞ VD സതീശൻ. അപ്പൊ അവരുടെ ട്രാജക്ടറി വളരെ വ്യക്തമാണ്. ഇതിൽ അപകടം മണക്കേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും സംശയമൊന്നുമില്ല പറയാൻ ഇടതുപക്ഷമാണ്. കാരണം ഇത് ഇടതുപക്ഷത്തിനാണ് പാരയാവുന്നത്. മറ്റവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തൽക്കാലത്തെ ഒരു സോപ്പിങ്ങിൽ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അല്ല, കാതലായ വിമർശനങ്ങളൊന്നും ഈ വലതുപക്ഷ പോപ്പുലിസത്തിന് എതിരെ ഉന്നയിക്കുന്ന ഒരാളുമില്ല. ഇപ്പൊ UDF വേണ്ടി വോട്ട് ചെയ്തവർ എന്ന് താങ്കൾ ഒരു പ്രയോഗം നടത്തിയല്ലോ. ഇപ്പൊ പമ്പച്ചനോട് ചോദിക്കുമ്പോൾ UDF വേണ്ടിയിട്ടല്ല അവരാരും പണിയെടുത്തതും വോട്ട് ചെയ്തതും, അവർക്ക് ലഭിച്ച പണത്തിന്റെ പേരിലാണ് ആ വോട്ടിംഗ് നടന്നത്. അല്ലെന്ന് പറയാൻ ഏതെങ്കിലും നേതാവുണ്ടെങ്കിൽ വരട്ടെ, ഞാൻ മറുപടി പറയാം അവരോട്. എങ്ങനെയാണ് അവർ പണം പറ്റിയതെന്നും ഏതൊക്കെ രൂപത്തിലായിരുന്നു അതിന്റെ വിതരണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ അറിയാവുന്നിരിക്കുകയല്ല ഇവിടെ വന്നിരുന്നിട്ട്. അപ്പൊ അവർക്ക് താല്പര്യം, അവരുടെ കൂറ് എന്ന് പറയുന്നത് ഈ വലതുപക്ഷ പോപ്പുലിസ്റ്റ് സമീപനങ്ങളോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വന്ദേമാതരം വേണ്ട എന്ന്, വന്ദേമാതരത്തിന് 2 സ്ഥാനം മാത്രം മതിയെന്ന് വെച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രസിഡന്റ് ബാബു രാജേന്ദ്രപ്രസാദാണ്, ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ്. അതെവിടെയാ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തീരുമാനിക്കുന്നതാണ്. എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ തീരുമാനം നിഷ്കരുണം ചവിട്ടി മെതിച്ച് അതിന്റെ പുറത്തൂടെ നടന്നു പോകാൻ ഒരു മടിയും ഇല്ലാതെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ ഖബർ വിട്ടുകൊണ്ട് നടക്കുന്നവരും, വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ കുപ്പായം വിട്ടുകൊണ്ട് നടക്കുന്നവരും ഒക്കെ അങ്ങ് മുമ്പോട്ട് ചാടി ഇറങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഈ തരത്തിലുള്ള സമീപനം ഇനിയും വർദ്ധിക്കുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരു വിഷയമല്ല, 2 വിഷയമല്ല, എത്രയോ വിഷയങ്ങളിലാണ് സംഘപരിവാർ അനുകൂല സമീപനവുമായി UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല TG മോഹൻദാസുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടി പോലും അതാണ് വ്യക്തമാക്കുന്നത്.